അപ്പം നമുക്ക് എന്തായുള്ളത്? നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ചാൽ മതിയോ? ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോട് അങ്ങ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും പിന്തുണ. മൂന്നാമത്തെ പ്രാവശ്യം അത് തന്നെ പറയണോ? എന്തെങ്കിലും ഒരു പ്ലാൻ വേണ്ടേ? എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ? നിങ്ങൾ ഈ 2022 ഞങ്ങളിത് ആദ്യമായി അവതരിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു സോഷ്യൽ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു എൻഫോഴ്സ്മെന്റ് പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇതിനെ നേരിടാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ കയ്യിലൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോയാൽ മതിയോ? അങ്ങനെയാണ് നോക്കേണ്ടത്. പല ആംഗിളിൽ നിന്നും ഇതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും. നമ്മൾ എങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എങ്ങനെയാണ് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്പിരിറ്റ് വന്നിരുന്ന സംസ്ഥാനം? മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് അത് റോളുണ്ട്, അത് വരാതിരിക്കാൻ. ഇന്ന് വരുന്നില്ല, വേറെ തരത്തിൽ വരുന്നില്ല. ഔട്ട് ഓഫ് ദ വേ വളരെ കുറച്ചാണ് വരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ അന്ന് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവരുന്നത് പിടിക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോയി. കേരളത്തിലെ പോലീസ് അന്ന് ഫലപ്രദമായി എൻഫോഴ്സ്മെന്റ് നടത്തി. സോഴ്സിൽ പോയി പിടിച്ചു, സോഴ്സിൽ പോയി പലരെ അറസ്റ്റ് ചെയ്തു. അവസാനം സ്പിരിറ്റ് ലോബി തീരുമാനിച്ചു കേരളത്തിലേക്ക് ഇനി സ്പിരിറ്റ് അയക്കേണ്ടതാണ്. സാർ, ഇത്രയും വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ 2 IG-മാരെ ചുമതലപ്പെടുത്തും. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള 2 ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ചുമതലപ്പെടുത്തി 2 റീജിയൻ കൊടുക്ക്. സദേൺ റീജിയനും നോർത്തേൺ റീജിയനും. അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്ക്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ഇൻവെസ്റ്റിഗേഷനുള്ള അവസരം കൊടുക്ക്. എന്നിട്ട് പിടിക്കുന്ന ഒരു 25 കേസ് നിങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ, പിടിച്ചാൽ അത് എവിടെ നിന്നാണ് വരുന്നത്? ആരാണ് ആ നെറ്റ്വർക്കിലുള്ളത്? ഈ കണ്ണി ഏതാണ്? കണക്ഷൻ ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഇത് എവിടെ നിന്ന് വരുന്നു, എവിടെ നിന്ന് കേരളത്തിലേക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി വരുന്നു എന്ന് നിങ്ങൾ ഒരു 25 കേസിൽ പിടിച്ച് അവരെ അകത്താക്കിയാൽ ഞാൻ പറയും, സ്പിരിറ്റിലുണ്ടായതുപോലെ കേരളത്തിലേക്ക് ഇനി ഡ്രഗ്സ് അയക്കണ്ട എന്ന് ഈ ഡ്രഗ്സ് ലോബി, ഈ ലഹരി മരുന്ന് മാഫിയ തീരുമാനിക്കും. അങ്ങനെ ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തണ്ടേ? ഗവൺമെന്റ് അല്ലേ, പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമോ? ഇത് ഗവൺമെന്റിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയത്. അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പോലീസ് അങ്ങയുടെ കീഴിലാണ്. 2 ഫോഴ്സ്, എക്സൈസ് ഉണ്ട്. ഇത് എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട ആളുകളാണ്. അവര് പാട്ടും പാടി ബോധവൽക്കരണത്തിനെതിരായിട്ടല്ല ഞാൻ പറഞ്ഞത്. അവരുടെ ജോലി അതല്ല. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ, വിദ്യാഭ്യാസ വകുപ്പിനെയോ സാമൂഹ്യക്ഷേമ വകുപ്പിനെയോ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്ക്. അവർക്ക് അതിനൊന്നും നേരമില്ല. കാരണം അവർക്ക് മര്യാദയ്ക്ക് വാഹനമില്ല, മര്യാദയ്ക്കുള്ള പോലീസ് ഫോഴ്സ് ഇല്ല. ഇപ്പൊ തന്നെയുള്ള ആള് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഉള്ള ജോലിയുടെ ഇരട്ടി ജോലി ചെയ്യുന്ന അവരുടെ സമ്മർദ്ദം. അപ്പൊ കൂടുതൽ ജോലി അവരെ ഏൽപ്പിക്കില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്. അവരെ എൻഫോഴ്സ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ശക്തിയാകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 23 വർഷം മുമ്പ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ഒരു ഡെലിഗേറ്റായി അവരുടെ ക്ഷണപ്രകാരം അമേരിക്ക സന്ദർശിച്ച സമയത്ത് 50 സംസ്ഥാനങ്ങളുള്ള അമേരിക്കയിലെ ഡെൻവർ എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനം, അവിടുത്തെ ക്രൈമിനെ കുറിച്ചാണ് ചർച്ച. അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു, 1,00,000 പേരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ, 5,000 പേരാണ് പോലീസ്, 20:1 ആണ് പോലീസ് ഫോഴ്സ്. സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞങ്ങൾ ഭയപ്പെടുന്നത് പുതിയ ക്രൈം ഉണ്ടാകുകയാണ്. 1 ഡ്രഗ്സിൽ നിന്നുള്ള ക്രൈം, 2 സൈബർ ക്രൈം ഉണ്ടാകുകയാണ്. ഒരു കാറിൽ മുഴുവൻ ഡോളറുള്ള ഒരു പേഴ്സ് ഉപേക്ഷിച്ചിട്ട് പോയാലും ഡോളർ എടുക്കില്ല പേഴ്സിൽ നിന്ന് എടുക്കുന്നത് ID കാർഡാണ്. സൈബർ ക്രൈമാണ് വരുന്നത്. അപ്പം ഞങ്ങൾ കുറ്റവാളികൾ എങ്ങനെയാണ് അവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ്. എല്ലാ കാലത്തും നമ്മൾ കുറ്റവാളികളെ നേരിടാൻ, റാക്കറ്റുകളെ നേരിടാൻ, മാഫിയകളെ നേരിടാൻ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ അവർ അഡ്വാൻസ് ചെയ്ത് നമ്മളെക്കാളിലും മുമ്പിൽ പോവും. ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ആക്ട് ഉണ്ടാക്കാൻ സെലക്ട് കമ്മിറ്റിയുടെ ഭാഗമായി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഹൈദരാബാദ് പോലീസ് അക്കാഡമിയും സ്ഥലവും സന്ദർശിച്ചപ്പോൾ മാവോയിസ്റ്റുകളെ നേരിടുന്ന അന്നത്തെ ആന്ധ്ര പോലീസിലെ തലവനുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല, അവരത്രമാത്രം എക്യുപ്ഡാണ് മാവോയിസ്റ്റുകൾ. ഞങ്ങൾ ചെന്നിവരെ നേരിടുമ്പോൾ പിന്നെയാണ് അവിടുത്തെ പോലീസ് സംവിധാനം, അതിനെ നേരിടാനുള്ള പോലീസ് സംവിധാനത്തിൻ്റെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത് നമ്മളെക്കാളും ബെസ്റ്റ് വയർലെസ് സിസ്റ്റമായിരുന്നു അവരുടെ കയ്യിൽ. അതിനേക്കാൾ ബെസ്റ്റ് വയർലെസ് സിസ്റ്റം കൊണ്ടുവന്നു.
അതിനേക്കാൾ ബെസ്റ്റ് ആയുധങ്ങൾ കൊണ്ടുവന്നു, അതിനേക്കാൾ അവരെ നേരിടാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം നമുക്കെന്താ, നമ്മൾ കേരളത്തിലെ പോലീസൊക്കെ നല്ലതാ, പണ്ട് മുതലേ കേരളത്തിലെ പോലീസ് പ്രത്യേകതയുണ്ട്. പക്ഷേ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ അഡ്വാൻസ് ചെയ്തോ? ഇതുപോലുള്ള മാഫിയ, ഇതൊരു മാഫിയല്ലേ? ഇതാരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണോ? ഇത് വലിയ റാക്കറ്റ് അല്ലേ? ഇത് ലുക്രേറ്റീവ് ബിസിനസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കോടികളുടെ മാർജിൻ കിട്ടുന്നൊരു ബിസിനസ്സാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പിടിച്ച് അവരിതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ പ്രാവശ്യം 5000 പേരാണെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ 50,000 പേരായി അതിൻ്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ്. എണ്ണം കൂട്ടുകയാണ്. എണ്ണം കൂട്ടുമ്പോഴാണ് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നത്. ഈ വർഷം 10 ടണ്ണാണ് കൊണ്ടുവരുന്നെങ്കിൽ അടുത്ത വർഷം 100 ടൺ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്, ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചാണ് അവരുടെ ബിസിനസ് അവർ ആലോചിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എത്രമാത്രം എക്യുപ്ഡാണ്, എത്ര ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്, എത്ര സംവിധാനമാണ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട്. ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. അതാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എവിടെയാണ് ഡിമാൻഡ് ഉള്ളത്, ആ ഡിമാൻഡുള്ള സ്ഥലത്ത് 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് ഈ മെറ്റീരിയൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള വിതരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. നമുക്കതിനെ നേരിടണ്ടേ? നമ്മൾ അവിടെ പോയി മൈക്ക് വെച്ച് സെമിനാർ നടത്തിയാൽ മാത്രം മതിയോ? ഉപദേശം കൊടുത്താൽ മാത്രം മതിയോ? ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു, ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേരളത്തിൻ്റെ പ്രയോറിറ്റിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ നേരിട്ടേ മതിയാവും. ഒന്ന്